പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിലും ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ചു. ഈ കേസിൽ കൂടുതൽ വകുപ്പുകൾ കൂടി പോലീസ് ചുമത്തിയിരുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. മലയാറ്റൂരിൽ 19-കാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. പ്രതി കുറ്റം സമ്മതിച്ചു. മലയാറ്റൂർ മുണ്ടകാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെ മകൾ ചിത്രപ്രിയയാണ് മരിച്ചത്. നടിയെ ആക്രമിച്ച കേസിലെ പ്രതികളായ 6 പേർക്കും ജീവപര്യന്തം ശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ. വെള്ളിയാഴ്ച വിചാരണ കോടതിയിൽ ഇക്കാര്യം ആവശ്യപ്പെടും. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ചു. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. ഈ കേസിൽ കൂടുതൽ വകുപ്പുകൾ കൂടി പോലീസ് ചുമത്തിയിരുന്നു. പെൺകുട്ടിയെ പിന്തുടർന്ന് ശല്യം ചെയ്യുക, അതിക്രമിച്ചു കയറുക, തടഞ്ഞു വെക്കുക തുടങ്ങിയ വകുപ്പുകൾ കൂടി പോലീസ് ചുമത്തിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിലും തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന് വലിയ ആശ്വാസമുണ്ടാകുന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. രാഹുലിനെതിരായ രണ്ടാമത്തെ കേസിലും ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യത്തിൽ ഉപാധികൾ വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവണം എന്നുള്ളതാണ്. മാത്രമല്ല, ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഒളിവ് ജീവിതം അവസാനിപ്പിക്കാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരം കൂടിയാണിത്. രാഹുലിനെതിരായ ആദ്യത്തെ കേസിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഒപ്പം രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യവും അനുവദിച്ച സാഹചര്യത്തിൽ രാഹുലിന് വളരെ ആശ്വാസകരമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനിയും കുറച്ചു കാര്യങ്ങൾക്ക് കൂടി വ്യക്തത വരേണ്ടതുണ്ട്. എത്ര നാളത്തേക്കാണ് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒപ്പിടേണ്ടത് എന്നതിൽ വ്യക്തത വരാനുണ്ട്. അതോടൊപ്പം വരാൻ പോകുന്ന തിങ്കളാഴ്ച വളരെ നിർണായകവുമാണ്. കാരണം ഇനി വരുന്ന തിങ്കളാഴ്ച 15-ാം തീയതിയാണ് രാഹുലിന്റെ ആദ്യ കേസ് കോടതി വീണ്ടും പരിഗണിക്കുക. മാത്രമല്ല, അതുവരെയാണ് ആദ്യ കേസിലെ നോട്ട് ടു അറസ്റ്റ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ രാഹുൽ ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് ജില്ലാ സെഷൻസ് കോടതി കൃത്യമായ ഉത്തരവ് നൽകിയിട്ടുമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, രാഹുൽ നാളെ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി പാലക്കാട് എത്തുമെന്നതാണ്. ഒപ്പം തന്നെ രാജ്യം വിട്ടുപോകരുത്, പാസ്പോർട്ട് സമർപ്പിക്കണം തുടങ്ങിയവയും ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊച്ചിൻ. മലയാറ്റൂരിൽ 19-കാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. പെൺകുട്ടിക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള സംശയത്തെ തുടർന്ന് മദ്യലഹരിയിൽ കല്ലുകൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. പ്രതി കുറ്റം സമ്മതിച്ചു. പെൺകുട്ടിയെ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ അകലെ ജീർണിച്ചു തുടങ്ങിയ രീതിയിലാണ് മൃതദേഹം ലഭിച്ചത്. 19-കാരിയായ ചിത്രപ്രിയ ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ശനിയാഴ്ച മുതൽ കാണാനില്ലെന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. അടുത്തുള്ള കടയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്ന് വീട്ടുകാർ പറയുന്നു. അന്വേഷണത്തിനിടയിലാണ് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള ആളൊഴിഞ്ഞ പ്രദേശത്ത് നിന്നും ദുർഗന്ധം ഉയരുന്നു എന്ന നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്നാണ് ഇത് ചിത്രപ്രിയയുടെ മൃതദേഹം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞത്. ചിത്രപ്രിയയുടെ ആൺസുഹൃത്ത് അലൻ പിടിയിലാവുകയും ചെയ്തു. ചിത്രപ്രിയയ്ക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയമാണ് കൊലപാതക കാരണം. ഇവർ തമ്മിൽ വഴക്കുണ്ടാവുകയും ശേഷം മദ്യലഹരിയിൽ ചിത്രപ്രിയയുടെ തലയുടെ പുറകിൽ കല്ലുകൊണ്ടിടിച്ച് അലൻ കൊലപ്പെടുത്തുകയുമായിരുന്നു. ഇവർ ഒരുമിച്ച് പോകുന്ന CCTV ദൃശ്യങ്ങളും ചിത്രപ്രിയയുടെ ഫോണിലെ വിവരങ്ങളും നിർണായക തെളിവുകളായി. ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നു. ന്യൂസ് ഡെസ്ക്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ പ്രതികളായ 6 പേർക്കും ജീവപര്യന്തം ശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ. വെള്ളിയാഴ്ച വിചാരണ കോടതിയിൽ ഇക്കാര്യം ആവശ്യപ്പെടും. എന്നാൽ 7.5 വർഷം വരെ ശിക്ഷ അനുഭവിച്ചതിനാൽ ശിക്ഷയിൽ ഇളവ് വേണം എന്നതാണ് പ്രതിഭാഗ നിലപാട്. വെള്ളിയാഴ്ച 11 മണിക്കാണ് വിചാരണ. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് വീണ്ടും പരിഗണിക്കുന്നത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുമുള്ള ശിക്ഷ അന്ന് പ്രഖ്യാപിക്കും.
ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർക്കും എന്ത് ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷന് ആവശ്യപ്പെടുന്നതിനുള്ള അവസരം കൂടിയാണിത്. സമൂഹത്തിന് മുഴുവൻ ഭീഷണിയാണ് ഈ പ്രതികളെന്നും അവരുടെ മുൻകാല പശ്ചാത്തലങ്ങൾ കൂടി പരിശോധിക്കണമെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകലടക്കം ഗുരുതരമായ കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ പരമാവധി ശിക്ഷയായ ജീവപര്യന്തം തന്നെ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. എന്നാൽ ശിക്ഷയിൽ ഇളവു നൽകണമെന്ന ആവശ്യമാണ് പ്രതിഭാഗം ആവശ്യപ്പെടുന്നത്. ഒന്നാം പ്രതി പൾസർ സുനി 7.5 വർഷവും ബാക്കിയുള്ളവർ 6.5 വർഷവും റിമാൻഡ് കാലാവധിയിൽ തടവിൽ കഴിഞ്ഞു. ഇത് കണക്കാക്കി ശിക്ഷ ഇളവ് ചെയ്യണമെന്നാകും അവർ ആവശ്യപ്പെടുക. നടിയെ ആക്രമിച്ചതിൽ പങ്കില്ലെന്നും അതിന് പ്രോത്സാഹനം നൽകിയതിനെയാണ് ബലാത്സംഗം എന്ന് വ്യാഖ്യാനിക്കുന്നതാണെന്നും പൾസർ സുനി ഒഴികെ ബാക്കി പ്രതികളുടെ അഭിഭാഷകരുടെ നിലപാട്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാകും വെള്ളിയാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുക. ന്യൂസ് ഡെസ്ക്, കൊച്ചിൻ. ഇതോടെ ഇതുവരെയുള്ള വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു പ്രധാന വാർത്തകളുമായി വീണ്ടും കാണാം.